അപ്പോൾ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് ഇലച്ചെടികൾ പിന്നെ അടീനിയം ചെടിയത്തിൻ്റെയൊക്കെ ഒരു വിശേഷമാണ് പറയുന്നത് കേട്ടോ. ഇത് ഒരു ഇലച്ചെടി, ഒരു പിരിയൻ ഇലയുള്ള ഒരു ചെടിയാണ് കേട്ടോ. ഇതിന് നമ്മളിപ്പോൾ അത് മഞ്ഞ കളറായിട്ടാണ് ഇപ്പോൾ ഇത് കാണുന്നത്, പക്ഷേ ഇതിൻ്റെ ഡിസൈൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ. ഇത് നല്ല വലുപ്പമുള്ള ഇലകളാണ് കേട്ടോ. അത് കണ്ടില്ലേ, ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു 1/2 മീറ്ററിലേറെ ഇതിൻ്റെ ഇലക്ക് വലുപ്പമുണ്ട്. ഈ ചട്ടിൻ്റെ താഴെ വരെ ഇവിടെ നിന്ന് കണ്ട് തൂങ്ങി കിടക്കുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഇതിങ്ങനെ ഉയർന്നിങ്ങനെ നിന്നാലും ഇതിൻ്റെ ഇല ഇങ്ങനെ തൂങ്ങി നിൽക്കുമ്പോൾ നമുക്ക് കാണാനൊരു പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടത്. ഇതിൻ്റെ ഇലകൾ പല ഡിസൈനുണ്ട്. ഇനി കുറച്ച് ഇല ഇങ്ങനെ മൂത്ത് വരുമ്പോൾ അതൊരു റെഡ് കളർക്ക് മാറും കേട്ടോ. അങ്ങനെ അതുപോലെ തന്നെ നമ്മളടുത്ത് ഒരു വേറൊരു വെറൈറ്റി ചെടിയാണിത്. ഇതിൻ്റെ ഈ ഇല കണ്ടില്ലേ, ഇത് മഞ്ഞ കളറായിട്ടാണ് കേട്ടോ. ഇതിന്മേൽ വേറെ ഒരു റെഡ് ലൈനും മഞ്ഞയും പച്ചയും ഒക്കെ പാടെ കൂടിയിട്ടാണ് ഇത്. ഇനി നല്ലൊരു റെഡ് ഇലയും വരും ഇതിന്മേൽ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വരുന്ന ഈ ഇലച്ചെടികൾക്കൊക്കെ കളറ് ഏകദേശം മഞ്ഞ ഷെയ്ഡ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒന്ന് കാണിച്ചു തരാം. ഇത് കണ്ടില്ല, ഇത് പച്ചയും മഞ്ഞയാണ് വരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഇല വരുന്നതൊക്കെ മഞ്ഞ കളറാണ്. കണ്ടില്ല, ഇത് നല്ല വലുപ്പമുള്ള, നമുക്ക് കാണാൻ നല്ലൊരു ഭംഗിയുള്ളൊരു ചെടിയാണ് കേട്ടത്. അതിൻ്റെ ഒരു കളർ ചേഞ്ചാണ് അപ്പുറത്ത് ഞാൻ കാണിച്ചത്. പിന്നെ അതിവിടെ നമ്മൾ അടീനിയം ഉണ്ട്. ഇവിടെ അടീനിയം കണ്ടില്ല, ഇതിൻ്റെ ഒരു കായ ഉണ്ട് കേട്ടോ. ഇത് പൂവൊക്കെ തീർന്നതാണ് കേട്ടോ. നമ്മളപ്പുറത്താണ് അടീനിയം നമ്മൾ നല്ല പൂവിട്ട് നിൽക്കുന്നത്. ഇത് കണ്ടില്ല, ഈ അടീനിയത്തിൽ നിറയെ പൂക്കളാണ് കേട്ടോ. ഒരു നല്ലൊരു ബോൺസായി രൂപം. ഞാൻ ഇതിൻ്റെ മുൻപ് ഈ ചെടി കാണിച്ചു തന്നാണ് കേട്ടോ. ബോൺസായി രൂപത്തിലാണ് ഇതിൻ്റെ ഈ ഒരു നിപ്പ് കേട്ടോ. കണ്ടില്ലേ, ഇതൊക്കെ നമുക്കിങ്ങനെ ഇതിൻ്റെ വേരൊക്കെ ഇറങ്ങി നല്ലൊരു ബോൺസായി രൂപത്തിലാണ്. ഇത് നമ്മളിങ്ങനെ ആക്കിയെടുക്കണമെന്നല്ല കേട്ടോ. നമ്മളിതിങ്ങനെ മണ്ണ് ഒരു വർഷം കൂടുമ്പോൾ മണ്ണിന്ന് പൊക്കി ഇങ്ങനെ വെക്കും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഡിസൈനായിട്ട് ഇങ്ങനെ വരുന്നതാണ് കേട്ടോ. അത് ഇതിൻ്റെ ഇല കണ്ടില്ലേ, നല്ല പൂക്കൾ. ഇതിൻ്റെ മരത്തുന്ന എല്ലാ ബ്രാഞ്ചുമേലും പൂവുണ്ട് കേട്ടോ. നിറയെ പൂക്കളുണ്ട്. വേണ്ടിയില്ലേ, ഇതിന് നിറയെ പൂക്കളാണ് കേട്ടോ. ഇത് നമ്മളിങ്ങനെ വീടിൻ്റെ മുന്നിൽ തന്നെയാണ് ഇത് വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇത് കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. ഇതിൻ്റെ ഈ ബോൺസായി രൂപത്തിലാണ് ഇതൊക്കെ ഉണ്ടാകുന്നത് കേട്ടോ. ഈ അടീനിയം നല്ല എക്സ്പെൻസീവ് ചെടിയാണ് കേട്ടോ. നല്ല വില കൂടുതലുള്ള ചെടിയാണ് ഓരോ ചെടിക്കും. അപ്പോൾ ഞാൻ കുളത്തിൻ്റെ ചുറ്റുഭാഗം ഈ റെഡ് പ്ലാന്റ് കട്ട് ചെയ്ത് വെച്ചിട്ടോ. ഇതിമെന്ന് ഇതാണ് ഇതിൻ്റെ മദർ പ്ലാന്റ്. ഇതായിരുന്നു ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇത് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് ഇതിനെല്ലാം ഇതിമെന്ന് 1-2 പീസുകളൊക്കെ കട്ട് ചെയ്തിട്ടോ. അങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ഇതിൻ്റെ ചുറ്റുപാടും കുറച്ച് ഫില്ല് ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ ഇപ്പോൾ ഈ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഞാൻ ഈ കാണിക്കണ ഇതൊക്കെ ഇപ്പോൾ വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഈ ഇലച്ചെടികളൊക്കെ ഉള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഇതുവരെയാണ് വെച്ചത്. ഇപ്പോൾ ആ വലിയത് കാണുന്നത് ഇതുവരെ വെച്ചത്. ഇത് 2 ചെടി ആദ്യം പിടിച്ചതാണ്. പിന്നെ ഇവിടെ കുറച്ച് ചെറിയ കമ്പുകളാണ്, അത് ഉണ്ടാവും പിന്നെ അങ്ങനെ ഉണ്ടായിക്കോളും. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഈ ചെറിയ പീസുകൾ ഇങ്ങനെ വെച്ച് ഇതിപ്പോൾ ഇന്ന് തന്നെ വെച്ചോണ്ട് ഇപ്പോൾ ഒന്നുകൂടി നനക്കേണ്ടി വരും കേട്ടോ. നനച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് അല്ലെങ്കിൽ വാടിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. വാടി കുഴഞ്ഞുകൊണ്ട് നിലം തൊട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നമ്മളുണ്ടാവാൻ വലിയൊരു ബുദ്ധിമുട്ടായി. കാരണം ഇപ്പോൾ ഈ ഇലച്ചെടി പറഞ്ഞാൽ എന്നും പൂവിട്ടിരിക്കണമായിരിക്കും. ഇപ്പോൾ അത് കണ്ടില്ലേ, ഇപ്പോൾ നമുക്കിപ്പോൾ എപ്പോഴും നമ്മളെ ഗാർഡനിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ഒരു പൂവിട്ട മാതിരി കാരണം എപ്പോഴും നമുക്കൊരു പൂവുള്ള ഒരു പ്രതീതിയാണ്. കാരണം ഇതിൻ്റെ ഇല ഈ പൂക്കള മാതിരിയാണല്ലോ, കളറൊക്കെ കണ്ടില്ലേ. ഇതെപ്പോഴും നമുക്ക് ഈ ഒരു ഭംഗി എപ്പോഴും ഉണ്ടാവും. ഇലച്ചെടീൻ്റെ ഒരു പ്രത്യേകത അതാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതൊരു ഇലച്ചെടിയാണല്ലോ. അപ്പോൾ ഇത് നമുക്കിതിങ്ങനെ നമ്മളൊരു ഇതിലിങ്ങനെ ഗാർഡനിൽ എപ്പോഴും പൂന്തോട്ടത്തിൽ എപ്പോഴും ഇതിങ്ങനെ പൂവിട്ടിരിക്കണ തോന്നുക. കണ്ടില്ലേ, ഇപ്പോൾ ഇവിടെ ഇതൊന്നും പൂവിടുന്ന ചെടിയല്ല കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നമുക്ക് നല്ലൊരു ഭംഗി കിട്ടണില്ലേ. ഇതിങ്ങനെ പൂവിട്ടിങ്ങനെ നിൽക്കണ മാതിരി തോന്നുന്നു. ഇതിൻ്റെ ചുറ്റുഭാഗം നമ്മളാ പെയിൻറ്റും അതൊക്കെ ആകുമ്പോൾ പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഇലച്ചെടികളുള്ള ഗുണങ്ങൾ ഇതാണ്.
ഇതൊക്കെ കണ്ടില്ല. ഇവിടെയൊക്കെ നമ്മൾ അധികം ഇലച്ചെടിയാണ് പിന്നെ ഇതാക്കിയത് ഉള്ളത് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു ആലുണ്ട്, ആല് പിന്നെ അതിനിടയ്ക്ക് കാണിക്കുന്നതാണ്. പിന്നെ ഇത് മൊട്ട് വന്നോളൂ, പ്രാവശ്യം പൂവ് വിരിഞ്ഞില്ല കേട്ടോ. അത് പിന്നെ കരിഞ്ഞു പോയി എന്തോ അതിന് നമ്മളെ കാലാവസ്ഥ ഇവിടെ പിടിക്കണില്ല. അത് ചൂടുള്ള കാലാവസ്ഥയിൽ അത് വിരിയില്ല എന്ന് പറഞ്ഞാൽ അതൊരു സത്യം തന്നെയാണ്. ഇതിപ്പോൾ ഇവിടെയൊക്കെ ഇതിന്മേൽ മൊട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഈ ഭാഗത്ത് ഇവിടെയൊക്കെ മൊട്ട് കണ്ടിരുന്നു, അതൊക്കെ ഇപ്പോൾ ചാടി പോയിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഒരു തല ഇവിടെ ഈ ഭാഗത്തൊക്കെ മുട്ടുകൾ, നിറയെ മുട്ടുകളുണ്ടായിരുന്നു, ഒന്നും പോയിട്ടില്ല. അത് പിന്നെ നമ്മളെ കാലാവസ്ഥ അതിന് പറ്റണില്ല എന്നിപ്പോൾ മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് കളയണുണ്ട് കേട്ടോ. നമുക്കിതൊരു പിന്നെ ഇങ്ങനെ ഒരു ഇലച്ചെടിയായിട്ട് ഇങ്ങനെ ഒരു തൂണുമ്പോൾ നല്ലൊരു ഭംഗിയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കളയണില്ല. നമ്മളെ ഈ പിന്നെ ഇത് കണ്ടില്ലേ, നമ്മളെ പൂച്ചെടി പിന്നെ തെച്ചി, അത് നല്ല പൂക്കൾ ഇതിന്മേൽ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഇതെപ്പോഴും ഇതിന്മേൽ ഇങ്ങനെ കട്ടായിട്ട് പൂക്കളുണ്ടാവും. അതാണ് ഈ ഒരു തെച്ചിൻ്റെ ഒരു പ്രത്യേകത. എന്നും പൂ തരുന്ന ഒരു ചെടിയാണത്. ഏത് സമയത്തും മഴക്കാലത്തും വേനലിലൊക്കെ നല്ല പൂക്കളുണ്ടാവുന്നുണ്ട് കേട്ടോ. അതിന്മേൽ എപ്പോഴും പൂ. പിന്നെ ഇവിടെ നമ്മളൊരു ഈ ഒരു വാഗ നമ്മൾ മുറിച്ച് കളഞ്ഞിരുന്നു കേട്ടോ. ഇത് ഈ വാഗ മുറിച്ച് കളഞ്ഞപ്പോൾ എല്ലാവരും ഇങ്ങനെ പറഞ്ഞത് പൂവിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയെന്ന്, എന്തിനാണ് മുറിച്ച് കളഞ്ഞതെന്ന് എല്ലാവർക്കും ഒരു സങ്കടം കിട്ടുമായിരുന്നു. കുട്ടികളും പിന്നെ അവർ വരുന്നവരൊക്കെ പറയുന്നത് പൂവിട്ടിട്ട് കാണാൻ നല്ലൊരു പിന്നെ ഭംഗിയെന്ന്, എന്തിനാണ് മുറിച്ച് കളഞ്ഞതെന്ന്. അപ്പോൾ ഇവിടെ ഈ പുല്ലിന് പിന്നെ ഇത് വല്ലാതെ വളർന്ന് മതിലിനൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവും എന്ന് കരുതിയിട്ട് ഞാനത് കളഞ്ഞു. അപ്പോൾ ആ സങ്കടം തീർക്കാൻ ഞാൻ വീണ്ടും ഒരു തൈ കൊടുന്നിട്ട് ഇവിടെ വെച്ചിട്ടോ. അപ്പോൾ അത് പൂവിട്ടിട്ടുണ്ട്. ഇതിങ്ങനെ ഏത് സമയത്തും പൂവുണ്ടാവുന്നത്, അതാണ് ഈ ഒരു വാഗൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമ്മളിത് ഇങ്ങനെ ഒരു തൈ ഇവിടെ കൊടുന്ന് ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ സങ്കടം പറഞ്ഞപ്പോൾ എനിക്കൊരു വിഷമം തോന്നിയിട്ട് ഞാൻ വെച്ചതാണ് കേട്ടോ. ഒരു വാഗ ഇനത്തിൽപ്പെട്ടൊരു പിന്നെ ചെടിയാണ്. ഏത് സമയത്തും നിങ്ങൾ പൂവുണ്ടാവും, പൂവും കായൊക്കെ ഉണ്ടാവും കേട്ടോ. ആ കായ വീണ് മുളക്കും ചെയ്യും. അപ്പോൾ ആ ഒരു സങ്കടം നമ്മളാണ് തീർത്തു കൊടുത്തു. ഇനിയിപ്പോൾ അത് പൂവിട്ടുകൊണ്ട് അതും ആരും പറയില്ലല്ലോ. എല്ലാവരും ഇങ്ങനെ പറയും നല്ല പൂവായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു, അതെന്തിനാണ് നിങ്ങൾ കളഞ്ഞതെന്ന് ഇങ്ങനെ ഇടയ്ക്ക് വരുന്നവരൊക്കെ ആ സങ്കടം ഇങ്ങനെ പറയും. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു തൈ ഒരുപാട് അന്വേഷിച്ചിട്ടാണ് കിട്ടിയത്. ആദ്യമൊക്കെ അത് ട്രെൻഡായിരുന്നു. ഇപ്പോൾ അത് അങ്ങനെ ആരും അത് അങ്ങനെ വാഗ വലിയ മരമായി വലുതാവണതുകൊണ്ട് ആരും അങ്ങനെ അത്ര ഒരു ഇതാക്കി പിന്നെ ഉണ്ടാക്കണില്ല. അതുകൊണ്ട് ആ തൈ കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടായിട്ടോ. ഏതായാലും പെട്ടെന്ന് പൂ കിട്ടും ചെയ്തു. പിന്നെ അപ്പോൾ ഞാൻ ഈ വീഡിയോ വല്ലാതെ നീട്ടിക്കൊണ്ടുപോകണം കേട്ടോ. ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് തന്നെ വരാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ പിന്നെ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ മുന്നായിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അതുപോലെ തന്നെ അടിയിലുള്ള ബെല്ലൈക്കൺ അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗുണമെന്ന് പറഞ്ഞാൽ എൻ്റെ വീഡിയോ ഒരുപാട് ആളിലേക്ക് ഇത് എത്താനൊരു സഹായമാവും കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് രൂപത്തിൽ അറിയിക്കുക. അപ്പോൾ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ തരാനുണ്ടെങ്കിൽ അതും അറിയിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കും നിങ്ങൾക്കും ഒരു ഉപകാരമാവും അത്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.